വണ്ടൻമേട് കൊച്ചിറ മയിലാടുംപാറയ്ക്ക് സമീപം കടുവ കുഴിയിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് സംഭവം. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നുള്ള ഉറപ്പിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നുണ്ട്. ജെറിൻ, കേൾക്കാമോ? ജെറിൻ, വീണ്ടും ഒരു കടുവ ഭീതി. കടുവ കുഴിയിൽ വീണതായാണ് അറിയാൻ കഴിയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ, ജെറിൻ? ഷിബിൻ, ഇത് മയിലാടുംപാറ സ്വദേശിയുടെ ഒരു ഏലത്തോട്ടത്തിലെ ഒരു വേസ്റ്റ് കുഴിയിലാണ് ഈ കടുവ വീണിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒരു നായയെ ഓടിച്ച് ഈ കുഴിയിലേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാരണം നായയോടൊപ്പം തന്നെ നായയും ഈ കുഴിയിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നായയോടൊപ്പം നായ ഓടിച്ചു വന്ന കടുവ കുഴിയിലേക്ക് വീണതായിട്ടാണ് പ്രാഥമിക നിഗമനം. ഏതായാലും പ്രദേശത്തേക്ക് ഇപ്പോൾ ആളുകളൊന്നും കടത്തിവിടുന്നില്ല. വനംവകുപ്പ് അതോടൊപ്പം തന്നെ പോലീസൊക്കെ ചേർന്ന് ഈ പ്രദേശത്തെ ഒരു ബാരിക്കേഡ് പോലെ രൂപീകരിച്ചുകൊണ്ട് മറ്റ് ആളുകളെ കടത്തിവിടാതെ ഉള്ള സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏകദേശം ഇന്ന് പുലർച്ചയോടെ വീണതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് അവിടെ എത്തിയ നാട്ടുകാരാണ് ഇത് കാണുകയും മറ്റേ പോലീസിലും മറ്റ് വനംവകുപ്പിലെ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിലെ വിവിധ വനപ്രദേശങ്ങളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പെരിയാർ കടുവ സങ്കേതത്തിൽ നടക്കുമുള്ള സംഘമാണ് നിലവിൽ അവിടേക്ക് എത്തുന്നത്. ഈ പെരിയാർ കടുവ സങ്കേതത്തിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെച്ചുകൊണ്ട് തന്നെ ഇതിന് പ്രാഥമിക ചികിത്സ നൽകി കടുവയുടെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം തേക്കറിലേക്ക് എത്തിച്ച് തേക്കറിയിൽ ഉൾക്കാട്ടിൽ വെള്ളം കൊണ്ട് തുറന്നു വിടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ അല്പസമയത്തിനകം തന്നെ കടുവയെ മയക്കുവെടി വെച്ച് അതിന് പുറത്തെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രദേശത്തേക്ക് ആളുകൾ ഇതിന്റെ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റു അപകടമൊന്നും ഉണ്ടായിരിക്കാൻ തന്നെ നാട്ടുകാരെയും മറ്റാളുകളെയൊന്നും പ്രദേശത്തേക്ക് കടത്തിവിടുന്നില്ല. അതായത് അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെച്ച് കടുവയെ നിരീക്ഷിച്ച ശേഷം അവിടുന്ന് വാഹനത്തിൽ പെരിയാർ കടുവ സങ്കേതത്തിൽ എത്തിച്ച് ഇവിടുന്ന് വീണ്ടും പ്രാഥമിക പരിശോധനയും ചികിത്സകളൊക്കെ നൽകിയ ശേഷം മാത്രമാകും തേക്കടിയുടെ ഉൾക്കാട്ടിലേക്ക് കടത്തിവിടുക. ജെറിൻ, ഇതിനു മുമ്പ് വന്യമൃഗ സാന്നിധ്യം സ്ഥിരീകരിച്ച ഒരു പ്രദേശമാണോ ഇവിടം? ഒപ്പം തന്നെ കടുവയുടെ സാന്നിധ്യം ഇതിനു മുമ്പ് ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഷിബിൻ, ഈ നമ്മൾ നാട്ടുകാരോട് സംസാരിക്കുന്ന തമിഴ്നാട് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിരവധി വന്യമൃഗങ്ങൾ കടുവ ഇല്ലായെങ്കിൽ പോലും മറ്റ് വന്യമൃഗങ്ങൾ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ പലപ്പോഴും ഭീതിയിലാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം അവർക്ക് പ്രദേശവാസികൾക്ക് പോലും ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭീതി ഇപ്പോൾ ഇവർക്ക് ഉള്ളിലേക്കുണ്ട്. കാരണം ഏലത്തോട്ടങ്ങളുടെ നടുക്കുള്ളൊരു വേസ്റ്റ് കുഴിയിലാണ് ഇപ്പോൾ ഈ കടന്നു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏലത്തോട്ടത്തിൽ പണിയാൻ പോകുന്ന ആളുകൾക്ക് ഉൾപ്പെടെയുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്ത് തന്നെ വനംവകുപ്പിന് വേണ്ട മേഖല ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത്. ശരി ജെറിൻ, വിവരങ്ങൾ വ്യക്തമാകുന്നു. വണ്ടൻമേട് കൊച്ചിറ മയിലാടുംപാറയ്ക്ക് സമീപമാണ് കടുവ കുഴിയിൽ വീണത്. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കുഴിയിലാണ് കടുവ വീണത്. കേരള തമിഴ്നാട് അതിർത്തിയിലായിരുന്നു സംഭവം. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിരിക്കുന്നു. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നാണ് വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്.